أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فيها كتب قيمة അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബയ്യിന ആയത് നമ്പർ 4. അർത്ഥം: അതിൽ നിലനിൽക്കുന്നതായ മതവിധികളുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീർ അൽ മുസ്ലിമൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു: ഖയ്യിമത്തുൻ എന്ന പദത്തിൻ്റെ അർത്ഥമായ സംരക്ഷകൻ, അതുപോലെ നിലനിൽക്കുന്നത് എന്നീ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൽ കുതുബുൻ ഖയ്യിമ എന്നതിൻ്റെ ഉദ്ദേശം അതിൽ ഒന്നാമതായി പറയുന്നു. ഇതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ്റെ സംരക്ഷണത്തിനാവശ്യമായ അധ്യാപനങ്ങളുണ്ട് എന്നാകുന്നു. അതുകൊണ്ട് കുതുബുൻ ഖയ്യിമ, ഫീഹ കുതുബുൻ ഖയ്യിമയുടെ അർത്ഥം മനുഷ്യകുലത്തിന് എല്ലാ തരത്തിലുമുള്ള അധപ്പതനത്തിൽ നിന്നും, എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുമുള്ള കുറവുകളിൽ നിന്നും, കുഴപ്പങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്ന അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നാകുന്നു. അത് ശരിയായ സംരക്ഷണം നടത്തുന്നു. അത് മനുഷ്യൻ്റെ, നമ്മുടെ കഴിവിനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള വഴികൾ പറഞ്ഞു തരുന്നു. അതായത് മനുഷ്യപ്രകൃതിയിലുള്ള സകല പിഴവുകളിൽ നിന്നും സംരക്ഷിച്ച് മനുഷ്യൻ്റെ സ്വന്തം കഴിവുകളെ ഏറ്റവും ഉത്തമമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന കാര്യം അതിൽ പഠിപ്പിക്കുന്നു എന്നാകുന്നു. അതുപോലെ രണ്ടാമത്തെ അർത്ഥമായ ഫീഹ കുതുബുൻ ഖയ്യിമയുടെ അർത്ഥം അത് എല്ലാ ന്യൂനതകളിൽ നിന്നും, കുറവുകളിൽ നിന്നും പരിശുദ്ധമായ നേരായ പാതയിൽ ചലിക്കുന്ന മതത്തെ സമർപ്പിക്കുന്നു എന്നാകുന്നു. മൂന്നാമതായി ഫീഹ കുതുബുൻ ഖയ്യിമയുടെ അർത്ഥം അത് മനുഷ്യൻ്റെ ഈ ലോകമായി ബന്ധപ്പെടുന്ന, അതുപോലെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ബന്ധപ്പെട്ടിട്ടുള്ള സകല ആവശ്യങ്ങളെയും പൂർത്തിയാക്കുന്നു എന്നാകുന്നു. അതുപോലെ അതിൽ മാറ്റപ്പെടാത്ത അധ്യാപനങ്ങളാണുള്ളത്, മറിച്ച് എന്നെന്നും നിലനിൽക്കുന്നതും സ്ഥായിയായ അധ്യാപനങ്ങളാണ് അതിലുള്ളത്. അതായത് സുഹഫെ മുതഹറ എന്നതിൽ കൂടുതൽ ശക്തി നൽകുന്നത് മുൻ അധ്യാപനങ്ങളിലെ പോരായ്മകളെ ഇല്ലായ്മ ചെയ്യുന്നതിലും ഷിർക്കിൽ നിന്ന് രക്ഷിക്കുന്ന കാര്യത്തിലുമാണ്. മുമ്പോട്ട് ഹുസൂർ പറയുന്നു, അതുപോലെ ഫീഹ കുതുബുൻ ഖയ്യിമയിൽ ഈ ഒരു കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. അതായത് ഇതിൽ, ഈ വിശുദ്ധ ഖുർആനിൽ ഇനി വരും കാലങ്ങളിൽ മനുഷ്യന് എന്നെന്നും ആവശ്യമായ അധ്യാപനങ്ങളുണ്ടായിരിക്കും. അത് അചഞ്ചലമായതും മാറ്റപ്പെടാത്തതുമായ അധ്യാപനങ്ങളാകുന്നു. ഹുസൂർ പറയുന്നു, മുഫ്രദാത്തെ റായിബിൽ നൽകപ്പെട്ടിട്ടുള്ള അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫീഹ കുതുബുൻ ഖയ്യിമക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് എപ്പോഴും, എന്നെന്നും, എല്ലാ കാലഘട്ടത്തിലും ആവശ്യമായ എല്ലാ അധ്യാപനങ്ങളും ഇതിൽ വിശുദ്ധ ഖുർആനിലുണ്ട്. അത് മുൻ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട അധ്യാപനങ്ങളായാലും, അതായത് മുൻ അധ്യാപനങ്ങളിൽ
നല്ല അധ്യാപനങ്ങൾ അതും ഇതിൽ ഈ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നാകുന്നു. ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ആയത്തിൻ്റെ വിശദീകരണം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.